നല്ല കിടുക്കാച്ചൊരു പാലമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഈ സ്ഥലം കൃത്യമായിട്ട് അറിയാം, കാരണം നമ്മുടെ ഒത്തിരി പ്രാവശ്യം വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ സുഹൃത്താണ് കേട്ടോ. നമ്മുടെ സുഹൃത്തുനിന്ന് മാത്രം പറഞ്ഞാൽ പോരാ, 1ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഫ്രണ്ട്ഷിപ്പാണ്. കുറച്ച് പേരുണ്ട്, ഞാൻ, ഇവന്, രഞ്ജു, നന്ദു, എബിൻ, ജൂബിൻ, അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ. അപ്പം കുഞ്ഞിലെ തൊട്ടുള്ള നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. അത് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ താഴെ കമന്റ് ചെയ്തൊക്കെ നമ്മളെ സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്ഥലം കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എന്തായാലും കൊയ്ത്ത് നടക്കുന്നുണ്ട്. ഈ കണ്ടം കൊയ്തിട്ടില്ല, പക്ഷേ ഇതിനപ്പുറത്തെ കണ്ടം കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊണ്ട് ഒരു ട്രാക്ടറൊക്കെ ഉണ്ട്. ഇപ്പോൾ സെബിൻ ഇറങ്ങി വരട്ടെ. സെബിനോട് എന്താണെങ്കിലും സ്ഥലത്തിൻ്റെ ഇത് ചോദിക്കാം. കുറേ നാൾ കൂടി ഹരിതാപം പച്ചപ്പം കണ്ടിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും പറയാം. ദുബായിലെ മരുഭൂമിയിൽ മണലാരണ്യങ്ങളിൽ അവിടെ കിടന്ന് ജോലി ചെയ്യുന്ന മനുഷ്യനാണ് കേട്ടോ. അവിടെ കിടന്ന് ഉണങ്ങിപ്പോയ ഇവന്റെ മനസ്സിനെ ഇത് വീണ്ടും പച്ച പിടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. പച്ച പിടിക്കേണ്ട ആദ്യം ചൂണ്ട എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചൂണ്ട ഇടുന്നതിന് മുമ്പ് കാരി എങ്ങനെ പിടിക്കേണ്ടത്, നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചത് കാരി പിടിക്കാനായിട്ട് എങ്ങനെയാണ് ചൂണ്ട സെറ്റപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റിക്ക് എടുക്കുക, ഏതെങ്കിലും ഒരു സ്റ്റിക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ. ഒരു 1.5 മീറ്റർ നീളത്തിൽ ഏറ്റവും ചെറിയ ടങ്കീസ് കാര്യമല്ലേ. അപ്പം അതിനൊത്തിരി വലിയ കട്ടിയുള്ള ഇതൊന്നും വേണ്ട. അതിൻ്റെ അറ്റത്തേക്ക് നമ്മൾ ആദ്യമേ, ഇപ്പോൾ നിങ്ങൾ ഫ്ലോട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലത്തെ ഒരു ഫ്ലോട്ട് ഇപ്പോൾ ചൂണ്ട കയറ്റിയിടുമ്പോൾ ഇതിൻ്റെ ഈ കൂർത്ത വശം അടി വരണം. അപ്പോൾ അതിലോട്ട് നൂല് കയറ്റിയിടുക. എന്നിട്ട് ഈ സ്റ്റിക്ക് ഇതിലോട്ട് കയറ്റിയിടുക ടൈറ്റ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള ലെങ്തിൽ ഇടാൻ പറ്റും. ഈ ഒരു സൈസ് കൊളുത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചൂണ്ടയുടെ അറ്റം, ഇതിൻ്റെ അറ്റം ഇങ്ങനെ ബെൻഡ് ചെയ്യുക. എന്നിട്ട് ഇതെടുത്ത് ഇതിലേക്ക് പിടിക്കുക. എന്നിട്ട് ഈ എൻഡ് വെച്ചിട്ട് ഇതിനെ അറൗണ്ടായിട്ട് ഒരു 4-5 പ്രാവശ്യം സെവൻ നീ കണ്ടുപിടിച്ചോ കേട്ടോ. അവിടെ പോയിട്ട് നമ്മൾ ചൂണ്ടയ്ക്ക് ഇടാം. അതെ, കെട്ടുക. എന്നിട്ട് ഈ എൻഡ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ ലൂപ്പ് ചെയ്തിരിക്കുന്ന അകത്തൂടെ 2 പ്രാവശ്യം എടുക്കുക. ഓക്കെ എത്ര ഉള്ളൂ കേട്ടോ. ഇതിനെ ഇങ്ങനെ കെട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള എൻ്റെ കടിച്ചു മുറിച്ച് കളയുക. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഈയമാണ് കേട്ടോ. വെയിറ്റ് ഇട്ടില്ലാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ 3 ഗ്രാമിൻ്റെ പൊങ്ങ കാണുമ്പോഴേക്കും ഇതിന് മീനിന് പെട്ടെന്ന് വലിച്ചതാക്കാൻ പറ്റത്തില്ല. പിന്നെ കാറ്റുണ്ടെങ്കിൽ ഇടാൻ പാടായിരിക്കും. ഇത് കണ്ടല്ലോ, ഇതിന് നടുക്കൊരു വെട്ടുണ്ട്. ഈ വെട്ടിലോട്ട് ഇതിനെ കയറ്റി വെക്കുക. എന്നിട്ട് ചുമ്മാ കടിച്ചടിപ്പിക്കുക. ഇതാണോ, ഈയം കിടക്കുകയും ചെയ്യും, നമുക്ക് കാറ്റുള്ള വിടുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചൂണ്ട കെട്ടാനുള്ള സെറ്റപ്പ്. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ ഇട്ടിട്ടില്ല വരെ ഒരൊറ്റ മീൻ പോലും ഇട്ടിട്ടില്ല. ഗൈസ്, ഞാൻ 2-3 ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന അത് 2 ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അതായത് ഒന്ന് ഒറിജിനൽ മീനും അതൊരു പള്ളത്തി, രണ്ടാമത് കാണുന്നതാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് ഫോട്ടോഷോപ്പൊക്കെ അത് പഠിച്ചു വരുന്ന സമയമായിരുന്നു. ഒരു ഷാർക്കിനെയൊക്കെ വെച്ച് നമ്മൾ എഡിറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ പോകുന്നത് അങ്ങോട്ടാണ്. അടുത്ത പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഞാൻ ഫോർമൽസ് ആണ് കേട്ടോ. എനിക്ക് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എന്നെ ഈ ഡ്രസ്സിൽ കാണുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇവനാണ് റീസൺ. ഇതുണ്ടോ, ഇവൻ ഇത്രയും ഫോർമൽസ്. കോട്ടയത്ത് ഒരു സിനിമയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. അതെ, അപ്പോൾ ഇവൻ ഇങ്ങനെ ഇത്രയും മീൻ പിടിക്കുന്നത്. ചൂടക്കാരുണ്ട്, മീൻ കിട്ടുന്നുണ്ട്. ബാ ഇങ്ങോട്ട്. നീ കാര്യം, ഞാനിവിടെ വെള്ളമൊന്നും കാണുന്നില്ല, കുറച്ച് ഉണങ്ങി കിടക്കുന്നത് മാത്രം. എടാ, ഇതിൻ്റെ നടുക്കൂടെ ഒരു തോടുണ്ട്. ആ തോടിനകത്താണ് മീൻ. അയ്യോ, പെട്ടെന്ന് കാണുമ്പോൾ ഒരു സൂട്ട് കേസ് പോലില്ലേ ഇവൻ്റെ ഈ ലുക്കും. കയ്യിലൊരു ബക്കറ്റ്, 2 ഉണക്ക ചൂണ്ടക്കമ്പും. നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ കമ്പനിക്കാരാണ് കേട്ടോ. ഇറങ്ങി, ഇതും ഇറങ്ങിയോ? ഇറങ്ങിയോ? സ്ഥിരം വരുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ നല്ല പരിചയമാണ്. ലാസ്റ്റ് വന്നപ്പോഴേക്കും കുറച്ച് മീൻ കൊടുത്തായിരുന്നേ, അതുകൊണ്ടാണ് പുള്ളി പുറകെ വരുന്നത്. ഇന്ന് തണുപ്പില്ല, ഇന്ന് ഞങ്ങളുടെ ലാപ്പടെ കുറച്ച് ചെമ്മീനേ ഉള്ളൂ. ഇറങ്ങിയോ? വരുന്നു. നിന്നെ ആദ്യത്തെ പാടുന്നിട്ട് പഠിപ്പിക്കാണ്ടിരിക്കുന്നു. നിനക്ക് ചെമ്മീൻ കുറക്കാൻ അറിയോ? അറിയത്തില്ല. എടുക്ക്. ഇല്ല, ആ ചൂണ്ട വേണ്ട, നീ ഇതിട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സെവന് എന്താണ് അങ്ങ് എടുത്ത് ചെമ്മീൻ മണ്ണിൽ വരെയൊന്നും കിട്ടാനില്ല ഇപ്പം. എടുക്കൂ, ഞാൻ തല പറിച്ചോളാം. സെവനെ പഠിപ്പിക്കാനാണ്. സെവന് 2 പ്രാവശ്യം കൂടി ഇട്ടിട്ട് ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഇവനെല്ലെങ്കിൽ അങ്ങോട്ട് നോക്കി നിൽക്കുന്നു, എങ്ങോട്ടാ നോക്കുന്നത്? ആഹാ, വലിക്കണം, പറയുമ്പോൾ വലിച്ചോണേ. ചൂടെ കയറി നിൽക്കണം. ചൂട് ഫ്രണ്ടിലോട്ട് കയറിക്ക്, ചൂട് ഫ്രണ്ടിലോട്ട് കയറിക്ക്. എന്നിട്ട് ആ നൂലങ്ങ് ലൂസാക്കി വിട്. ഞാൻ മിണ്ടി കൊണ്ടായിരിക്കും ഇങ്ങോട്ട്. അതെ, വലിച്ചോ. മൈ ഗോഡ്, ചെറിയ കളഞ്ഞോ? ഇല്ല. ഓക്കെ, ആ അവിടെ ഇട്. പെർഫെക്റ്റ്. അന്നിപ്പോൾ കണ്ടോ, ഞാൻ എല്ലാ തവണയും വരുമ്പോൾ ഇവരുടെ പോകുന്നതാണ്.
എന്റെ കുഴപ്പം കൊണ്ടല്ല മീൻ കിട്ടാത്തത്. നിങ്ങൾ വീട് കാണാൻ മനസ്സിലാവും എന്താ മീൻ കിട്ടാത്തതെന്ന്. വലിക്ക് ഇപ്പുറത്തേക്കിട്. എന്റെ പൊന്നോ, ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഉണക്ക ചെമ്മീൻ ഇട്ടോട്ട് പള്ളത്തി പിടിക്കുന്നതാണ് കേട്ടോ. കൊള്ളാമേ പച്ച എന്താണ് നമ്മുടെ അരാപ്പനിക്കുള്ള തീറ്റയായി. ഓ നീ ജീവിതത്തിൽ ആദ്യമായിട്ട് പിടിച്ച മീനില്ല. അപ്പൊ ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്യണം. ഓ ഗൈസ്, ഇവനുണ്ടല്ലോ ഈ പള്ളത്തിനെ കണ്ട് പേടിച്ചാടിയേ. രണ്ടാമത് ഇപ്പൊ കാരി പിടിക്കും. ഇപ്പൊ കണ്ടോണം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കുത്തം കഷ്ണം വീഡിയോ എടുക്കാം, കാണിച്ചിടാം. കഷ്ടമുണ്ടെന്ന് കേട്ടോ. ഇവൻ പിടിച്ച മീൻ ഇത് കണ്ടോ, എന്റെ ലൈഫിൽ ആദ്യത്തെ മീൻ. കണ്ടാ പിടക്കണ പടാട്ടാ. നിനക്കൊരു കാര്യം, ഞാൻ ഇത്ര നാൾ ഇവിടെ ചൂണ്ടയിട്ടിട്ട് എനിക്ക് പള്ളത്തി ചൂണ്ട കിട്ടിയിട്ടില്ല. ഇല്ല ഇനി നിനക്ക് വെച്ചടി വെച്ചു. എന്റെ പറയണ്ടായിരുന്നു കേട്ടോ. ചെമ്മീൻ എടുത്തു, ഇതുണ്ടോ ഈ ചെമ്മീൻ്റെ ഈ സാധനം കണ്ടോ, അതിന് ഭയങ്കര മണമാണേ. അതുകൊണ്ടാണ് മീൻ കിട്ടാനായിട്ട് കൈയൊക്കെ നന്നായിട്ട് നാറും കേട്ടോ. തിരിച്ച് പറക്ക് ഇങ്ങനെ തിരിച്ചിട്ട് എന്തൊക്കെ കേൾക്കണം. എടാ നീ ഇതിൽ കരുത്ത് കളിച്ച് കഴിയുമ്പം നമ്മൾ റോഡും റീലുമായിട്ട് ഫസ്റ്റ് കാര്യത്തിൻ്റെ എടാ നീ ജീവിതത്തിൽ കാര്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ മാറിക്ക്. നിന്റെ മുഖം കാണണ്ടേ. മീൻ പിടിച്ച് കഴിയുമ്പോഴുള്ള ഈ സന്തോഷമാണ്. നീ ജീവിതത്തിൽ പിടിച്ചിട്ടുണ്ടോ കാര്യം? ഞാൻ ജീവിതത്തിൽ ഇന്നവരെ ഒരു മീൻ പിടിച്ചില്ല. നിന്റെ ഫസ്റ്റ് ഞാൻ ചൂണ്ടല്ലേ? അടിപൊളി. ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഫ്രെയിം ചെയ്യുന്നതാണ് പിടിച്ച്. അപ്പൊ നമ്മുടെ കോട്ടയം സൈഡിൽ ഇതിന് കാരി എന്നാണ് കേട്ടോ പറയുന്നത്. രണ്ട് വലിയ അടിപൊളി കൊളുത്തൊക്കെ ഉണ്ട്. പോയിസണസ് ആയിട്ടുള്ള സാധനമാണ്. കൊണ്ടു കഴിഞ്ഞാൽ എൻ്റെ മച്ചന്മാരെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ക്യാറ്റ് ഫിഷ് വരുന്ന എല്ലാ മീനുകളും കരയുന്ന മീനുകളാണ്. ഇതും കരയും കേട്ടോ. മീൻ കരയെന്ന് വിചാരിച്ച് നീ ഇതിനെ എടുത്ത് വെള്ളത്തോട് തിരിച്ചു വിട്ടേക്കരുത്. പറയുമ്പോൾ നിന്റെ മുഖം മാറി. ഓക്കെ, അപ്പൊ സെബിൻ മീൻ എടുക്കുന്നത് കാണിച്ചു തരാം. സെബിന് കുത്തുകൊള്ളുന്നു. ഞാൻ പറഞ്ഞുതരാം, പഠിപ്പിക്കാം. ഇങ്ങോട്ട് വാ. നീ എന്നെ കുത്തുന്നൊക്കെ കുത്തും, നല്ല വേദന കുത്തിക്കഴിഞ്ഞാൽ. ഞാൻ സീരിയസ് ആയിട്ട് തമാശ പറയുമല്ല. ഇല്ല, നീ പഠിക്കണം. ഇങ്ങനെയല്ലേ പിടിക്കാം. അങ്ങനെയല്ല, ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിക്കും. ഇപ്പൊ പിടിച്ചോ. ഞാൻ പിടിക്കണം. പിടിച്ചോ, കൊത്തു കൊള്ളും. കൊത്തു കൊണ്ടാലും കുഴപ്പമില്ല. നല്ല വേദനയാ, കുഴപ്പമില്ല. പിടിച്ചേ. അങ്ങനെയല്ല നടുക്ക്. ഞാൻ പിടിച്ചെങ്ങനെ പിടിക്കും. ഞാൻ പിടിച്ചിട്ടില്ലേ? പിടിച്ചില്ലേ? ഇനി ഇതെടുക്ക്, കൊളുത്തെടുക്ക്. ഇച്ചിരി മുറുക്കെ എടുക്കടാ. ശരിക്കും പിടിക്കും. മീൻ ചത്തോടെ കുഴപ്പമില്ല. വേദന എടുക്കുന്ന കുത്തുകൊണ്ട് നല്ല വേദനയാ. പറയ്ക്ക് ആ കൊമ്പ്. ഞാനെ പിടിക്കാൻ വേണമെങ്കിൽ. ഇതെന്ത് കൊമ്പ് വരാത്ത? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിടിക്ക്. കുത്തുണ്ടോ? ഇല്ലില്ല. പക്ഷേ ഇങ്ങനെ കുത്തുകൊള്ളാക്കി നോക്കിയിട്ട് നടക്കുന്നില്ല. അടുത്തത് കാര്യമാണോ പള്ളത്തി വേണോ? എന്റെ പൊന്നോ, ഈ തള്ളലി കേൾക്കണോ? അതിന്റെ ചൂണ്ട എടുത്തിട്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പിടിക്കുവാണേ. ആർക്ക് പിടിക്കും നോക്കാം. കിട്ടിയോ? ആവശ്യം മുതൽ ചെന്ന് എടുത്തേക്കല്ലേ. ഒരു കാര്യനെ എടുക്കാൻ നോക്കുന്നതാണേ. എന്നെ തപ്പുന്നേ എന്ത് ക്യൂട്ടായിട്ടുള്ള മീനാ നോക്കി. നീ എടുത്തോ, പ്രശ്നമില്ലടാ. അടിച്ചോട് തലങ്ങ് പരത്ത്. ഞാൻ പറയാം, തല ഇങ്ങനെ കുത്തി പിടിക്ക്. നീ എടുക്ക്. തലയിൽ അങ്ങനെ കുത്തി പിടിക്ക്. പിടിച്ചോ, ഒന്നും ചെയ്യത്തില്ല പിന്നെ. കാര്യല്ലേ? ഇല്ലില്ല, എടുത്തോ. കറക്റ്റ്, പെർഫെക്റ്റ്. അയ്യോ, ഫൈനലി സെബിന് കാര്യനെ കൈ കൊണ്ട് എടുത്തിരിക്കുകയാണ്. വേണമെങ്കിൽ ഒന്ന് കാണിച്ചൊന്ന് ജാടയായിക്കോട്ടോ. ഓ വേണം. വേണ്ടേ എടാ, പറപ്പിക്കാണല്ലോ മീനിനെ. ഒരു ഇച്ചിരി മാറിയുടെ ബക്കറ്റോടെ തന്നെ ഇടായിരുന്നു. ഇത്രയും കാര്യമുള്ളൂ. കാര്യയുടെ കൊത്തിടയ്ക്ക് കൊള്ളും നല്ല ഇടം. ഇന്ന് 1.5 കിലോ നമ്മൾ പ്രോമിസ് ചെയ്തിട്ട് ഇറങ്ങിയേക്കുന്ന. അടിപൊളി, നല്ല മുട്ടൻ കാരി. എടുക്ക്, ചൂണ്ട എടുക്ക്. പിന്നെ ചൂണ്ട എടുക്ക്. നീ എടുക്കടാ. എങ്ങനെ പിടിക്കണം? ഞാൻ എടുത്തേ. നീ പക്ഷെ തുടക്കത്തിൽ എന്നെ പേടിപ്പിച്ചു. നല്ല വേദന ഇത് കുത്തിക്കഴിഞ്ഞാൽ. ഇങ്ങനെ എടുത്തിട്ട് ഈ മുള്ളിൻ്റെ 2 സൈഡ് ഇങ്ങനെ പിടിക്കണം. ഇത് കണ്ടോ, ഇനി ഇതിന് കുത്താൻ പറ്റത്തില്ല. ഇതാ മുള്ള്. ഇതിന് എങ്ങനെ ഇതിന് കുത്താൻ പറ്റില്ല. കണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ ഇത് കുത്തപ്പോഴാണ് നമ്മൾ ഇടുമ്പോൾ പിടയ്ക്കും. കിട്ടിയോ? എന്താ പറഞ്ഞത്? എനിക്ക് എന്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ മജോറിറ്റി എന്റെയാ. എടാ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് സെബിനെ
കാര്യം നമ്പർ 4. കല്ലറയ്ക്കപ്പുറം പോയായിരുന്നു അവനെ. ഓ അത് മീനുണ്ട്. സെവൻ പിടിച്ചാണ് എനിക്ക് വിട്ട്. ആണ്ട് എൻ്റെ വിട്ടുപോയി. എൻ്റെ ഉടങ്ങിയിരിക്കുക സെവനെ എടുത്തോ പേൻ. നീ ഒരു കാര്യം, നീ കരക്കിരുന്ന് ഞാൻ പിടിക്കുന്ന മീനായിരുന്നു. ഗൈസ് ഇവിടെ എനിക്കൊരു പ്രതിയോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എടാ നിന്റെ മീൻ നോക്കിയിട്ട് എൻ്റെ മീൻ നീ കണ്ടാൽ എൻ്റെ ചാടിപ്പോയി ആണോ? കണ്ടില്ലേ? സെവൻ്റെ വൈഫിനെ പിടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം മീനൊന്നും പിടിക്കുന്നില്ല. ഇവനെ കൊണ്ട് കുറേ 2-3 മീനെ പിടിപ്പിക്കാനാണ് നമ്മുടെ ഉദ്ദേശം. കണ്ടല്ലോ, ഞാൻ ഇതിനകത്ത് ആപ്പാടെ ഒരെണ്ണം പിടിച്ചോളൂ. ഒരെണ്ണമല്ലടാ, ബാക്കി മൊത്തം പിടിച്ച സെവനാണ് കേട്ടോ. സെവനാണ് മൊത്തം പിടിച്ചത്. എന്താണ് നിൻ്റെ അഭിപ്രായം? സൂപ്പർ. നമ്മുടെ ഒരു ചേട്ടനെ കണ്ടിട്ടുണ്ട്, സബ്സ്ക്രൈബറാണ് കേട്ടോ. ചേട്ടൻ വേറെ എങ്ങനെയാണ് ചേട്ടാ? ചന്ദ്രൻ. ചേട്ടൻ ഇതുപോലൊരു ചൂണ്ടയിടുന്ന ആളാണ്. ചേട്ടനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹോബിയാണ്. പോയ കേട്ടാ. ശരി. അപ്പോൾ ഈ വീഡിയോയ്ക്ക് അത് കുക്കിംഗ് ഇല്ല. ആരെ എന്നെയാണോ? ആ അതേ വരാൻ വരെ. ആ ഹാ ഹാ. പോയല്ലോ. അയ്യോ ഇത് തിരിഞ്ഞാ കിടക്കണേ. ഇല്ല അങ്ങനെയല്ലേ? എല്ലാം ഓക്കെ. എന്താണേലും അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ പേര് സെബിൻ സിറിയാഖ് ആണ്. ഇതും സെബിനാണ്. എൻ്റെ പേര് സെബിൻ. എൻ്റെ പേര് സെബിൻ സ്ക്വയറാണ്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ബൈ. താങ്ക് യു സോ മച്ച് ഗൈസ്. എന്തെങ്കിലും പറയാനുണ്ടോടാ? പ്ലീസ് ലൈക്ക് ആൻഡ് അയ്യോ അത്ര പേരായിരുന്നു. അപ്പോൾ എന്താണ് നമ്മളെ ചെറുക്കോട് വൈ പറഞ്ഞിട്ട് പോകാം കേട്ടോ. ടാറ്റ.